കണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൽ അനിമൽ എന്നാണ് അതിന്റെ മീനിങ്. ത്രില്ലർ മൂവിയാണ്, പക്ഷെ ആ എലമെന്റ് എന്താണ് നമ്മൾ ത്രില്ല് ചെയ്യിക്കണേ എന്നുള്ള എലമെന്റ് ആണ് ഈ മൂവിയിലെ ഒരു സസ്പെൻസ്. അപ്പൊ എന്തുകൊണ്ട് പുതുമുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ടൊരു സിനിമ എന്നുള്ള കൺസെപ്റ്റിലോട്ടെത്തി? എനിക്ക് പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത്. ഞാൻ ഷോർട്ട് ഫിലിംസ് ആയാലും എല്ലാം ചെയ്യുമ്പോൾ ഞാനും പുതുമുഖമാണ്. ഇവരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ഇവർക്ക് എന്റെ രീതിയിൽ ചെയ്യിച്ചെടുക്കാം. എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സീൻസ് കളയേണ്ടി വന്നിട്ടുണ്ടോ? ആ സമയത്ത് ഈ പറഞ്ഞ ഉള്ളിലുള്ള ക്യാമറമാൻ ആണോ എഡിറ്റർ ആയിരുന്നോ ക്ലാഷ് ഉണ്ടായിരുന്നത്? കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റർ തന്നെയാണ്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസാക്ഷിയില്ലാത്ത എഡിറ്ററാണ്. സൂരജ് സന്തോഷാണ് ആയിത്ത ബേലി എന്ന് പറഞ്ഞ സോങ് അറിയാം. പുള്ളി കഴിച്ചു വളരെ സെലക്റ്റീവായിട്ട് പുള്ളി പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഐറ്റം സോങ് ഭയങ്കര വലിയ രീതിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഷൂട്ടൊക്കെ നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിരുന്നു. അതൊക്കെ എന്നെ ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ട് ഞാൻ അത്രയും വിചാരിച്ചില്ലായിരുന്നു വരും. ഹായ് ഹലോ. അപ്പൊ ചോയ്സ് നെറ്റ്വർക്കിൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കണ്ടൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ജിബിൻ ആന്റണിയാണ്. ചേട്ടാ, വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക്. നമസ്കാരം. അപ്പോ കണ്ടൻ എന്ന പുതിയ സിനിമയാണ് ഏറ്റവും പുതിയ വിശേഷം. അതില് ഒരു 5 റോളുകൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്തുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ? അതേ ടെൻഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ജൂലൈ 31 കഴിഞ്ഞാൽ ആ ടെൻഷൻ മാറുള്ളൂ. സിനിമ കണ്ട് ആൾക്കാർ അതിന് അഭിപ്രായം പറഞ്ഞാലാണ് എനിക്ക് അതിൻ്റെ ഒരു 5 ഞാൻ ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റ് പോലും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു എല്ലാം ചെയ്യാനുള്ള ഇഷ്ടം എപ്പോഴും ഉണ്ട്. ചെറുപ്പം തൊട്ടേ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസും മ്യൂസിക് ആൽബം ഒക്കെ ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ ഈ 5 മേഖലകളിൽ ഞാൻ പലപ്പോഴായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലാണ് അത് ചെയ്തത്. നന്നായോ ഇല്ലേ എന്നുള്ളത് 31 അറിയാം. അപ്പൊ സംവിധാനം, ക്യാമറ, എഡിറ്റിംഗ്, സ്ക്രിപ്റ്റ്, ലിറിക്, അങ്ങനെ 5 മേഖലകള്. ശരിക്കും ഇതിൽ ഏറ്റവും ചേട്ടന് കംഫർട്ട് ആയത് ഏത് മേഖലയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും റിസ്കി ഏതായിരുന്നു? കംഫർട്ട് എനിക്ക് എപ്പോഴും എഴുത്തിലായിരുന്നു. ഇപ്പോൾ റൈറ്റിംഗ് സ്ക്രിപ്റ്റിലായാലും സോങ്ങിൻ്റെ റൈറ്റിങ്ങിലായാലും എനിക്ക് വളരെ കംഫർട്ടായിരുന്നു. ഞാൻ തന്നെയാണല്ലോ ഇരുന്ന് എഴുതുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ സമയത്തിന് ആലോചിച്ച് കറക്ഷൻസ് വരുത്തി ചെയ്യാം. റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറ ആയിരുന്നു റിസ്ക്. കാരണം അത് ഞങ്ങൾ -10 -15 വരെയുള്ള സാഹചര്യങ്ങളിൽ ഇരുന്ന് ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ആ സമയത്ത് ഗ്ലൗ ഒന്നും ചില സമയത്ത് ഇടും. കൺട്രോൾസ്, ക്യാമറയുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗ ഇടാൻ പറ്റില്ല. ഒക്കെ കൺട്രോൾസ് നമ്മൾ സെലക്ട് ചെയ്യാനൊക്കെ ടച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഗ്ലൗ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും തണുപ്പത്ത് കൈയൊക്കെ നമ്മുടെ മരവിച്ചു പോകും. എന്നാലും നമ്മൾ അത് മാത്രമല്ല ഇതിന് ഭയങ്കര വെയിറ്റ് വേണം. അപ്പോൾ അതൊക്കെ ആ തണുപ്പത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതായിരുന്നു നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട്. അല്ലാതെ ഇതിൻ്റെ ടെൻഷൻ എല്ലാ മേഖലയിലും അതിൻ്റെ ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ശരിക്കും ഉണ്ട്. ഡയറക്ഷനായാലും കാര്യങ്ങളായാലും ഇത്രയും പുതുമുഖങ്ങൾ വെച്ച് ചെയ്യണു. ഞാനും പുതുമുഖം, എല്ലാം പുതുമുഖങ്ങളായതുകൊണ്ട് ആ ഒരു ഇവരുടെ ട്രെയിനിങ്, ഇവരുടെ പെർഫോമൻസിലുള്ള നമ്മുടെ ഗൈഡൻസ്, അവർ ചില സമയത്ത് നമ്മൾ ഇവരുടെ ഷെഡ്യൂള് ചെയ്യൽ, ഇവരൊക്കെ പിന്നെ എല്ലാം ഒരു ടീം വർക്കായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നോർമലി ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പല ഇമേജുകളും മനസ്സിലുണ്ടാവും, വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു എഴുതുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നതായിരുന്നോ, അതോ ഇപ്പോൾ ക്യാമറ ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്, ഡയറക്ഷൻ എല്ലാം, അപ്പൊ ലൊക്കേഷനിൽ വന്നിട്ടാണോ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായത്? എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിൽ ഒരു ഫുൾ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് ഞാനൊരു എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു എഡിറ്റർ പോയിന്റ് ഓഫ് വ്യൂലാണ് അതൊരു സ്ക്രിപ്റ്റ് ആക്കിയത്. അപ്പം ഒരിക്കലും സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ആ സ്ക്രിപ്റ്റിൻ്റെ അതേ പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂവിയിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും ചില സിനിമകൾ അങ്ങനെ വരാറുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം എഡിറ്ററുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി അതിൽ വരുന്നുള്ളൂ. ഞാൻ തന്നെ എഡിറ്റർ ആയതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ ആ ഒരു ഫ്ലോയും ആ ഒരു പാറ്റേണൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എഴുതിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ അത് വന്നിട്ടില്ല. നല്ല രീതിയിൽ അത് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രണ്ടും ചേട്ടൻ തന്നെ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഷൂട്ടിംഗ് സമയത്ത് സമയം ലാഭിക്കാനായിരുന്നോ പറ്റിയത്, അതോ റിസ്കി ആയിട്ടാണോ കൂടുതൽ ഉണ്ടായിരുന്നത്? റിസ്ക് ആയിരുന്നു തീർച്ചയായിട്ടും. സമയം ലാഭമൊന്നും ഇതിലില്ല. അപ്പൊ ക്യാമറമാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ. അതുപോലെ അങ്ങനെയല്ല, ചിലതിപ്പോ നമ്മൾ എഴുതിയൊരു സാധനം ക്യാമറമാന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഡയറക്ടർ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതെല്ലാം ചേട്ടന്റെ കയ്യിൽ തന്നെ വിഷ്വലൈസേഷനും എല്ലാ കാര്യങ്ങളും. അത് സമയം ലാഭം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് വേണ്ടല്ലോ ക്യാമറമാനായിട്ട്. എപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോൾ എന്തായാലും ഈ ഷോട്ട് എന്താ എടുക്കണമെന്നുള്ള നേരത്തെ ക്യാമറമാനോട് പറഞ്ഞിട്ട് നമ്മൾ പോകണേ. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. സ്ക്രിപ്റ്റ് പുള്ളി വായിച്ചിട്ടുണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ നടന്നിട്ടുണ്ടാവും. സോ
ആ ഒരു ഇതുണ്ടായില്ല. ഞാൻ തന്നെയാണോ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ സെക്കൻഡ് ക്യാമറമാനും കൂടി ഉണ്ടായിരുന്നു, അലൻ ജേക്കബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി കുറച്ച് ഷൂട്ടുകളെ പുള്ളി ഉണ്ടായിട്ടുള്ളൂ. കാരണം അവൈലബിലിറ്റി പ്രശ്നമാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇത്രയും ആൾക്കാർക്ക് ഒരേ ദിവസം അവൈലബിൾ ആവാന്ന് പറഞ്ഞാൽ UK കുറച്ച് പ്രശ്നമാണ്. അപ്പം അതും ഞാനിതെല്ലാം ചെയ്യാൻ കൂടി ഒരു കാരണമാണ്. അപ്പോൾ UK ബേസ്ഡ് ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സ്റ്റോറിയിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയത്? നമുക്കൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പിന്നെ അതൊരു നല്ലൊരു കഥ ചൂസ് ചെയ്യണം, ആ കഥ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിന്നാണ് UK നിന്നുള്ള തന്നെ ആ സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി എഴുതി നാട്ടിൽ ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ആദ്യമേ വർക്കൗട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് UK മലയാളികൾ ഇത്രയുണ്ട്, അവർക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ മലയാളികൾ ഇപ്പം തന്നെ ഉണ്ട്. പല സൈഡിൽ കമ്മ്യൂണിറ്റികളുണ്ട്, മലയാളി അസോസിയേഷൻസ് ഉണ്ട്, മലയാളികളുടെ ഷോപ്പുകളുണ്ട്, മലയാളികളുടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിസിനസ്സും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കമ്മ്യൂണിറ്റി അവിടെ ഉള്ളപ്പോൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു ത്രില്ലർ മൂവി ചെയ്യണമെന്നൊരു ആലോചന വന്നു. അപ്പോൾ അതിനെ ഞാൻ അവരുടെ ഇടയിലേക്ക് ആ കഥേനെ പ്ലേസ് ചെയ്തു. അതിന് ആ സ്ഥലം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു അവിടുത്തെ ലൊക്കേഷൻസിലെ മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ലൊക്കേഷൻ അങ്ങനെ ഒരു വെറൈറ്റി ഇതിൽ പിടിച്ചു. അപ്പൊ എന്തുകൊണ്ട് പുതുമുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ടൊരു സിനിമ എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തി? ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. ഇപ്പം എന്നെ പോലെ ഒരു പുതുമുഖ സംവിധായകന് എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വലിയൊരു മല കയറുന്ന പോലത്തെ വലിയ കാര്യമാണ്. അപ്പം എനിക്ക് പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത്. ഞാൻ ഷോർട്ട് ഫിലിംസ് ആയാലും എല്ലാം ചെയ്യുമ്പോൾ ഞാനും പുതുമുഖമാണ്. ഇവരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, ഇവർക്ക് എൻ്റെ രീതിയിൽ ചെയ്യിച്ചെടുക്കാം. മാത്രമല്ല പുതുമുഖങ്ങളല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ആർട്ടിസ്റ്റുകൾ അവിടെ എത്തിക്കണം. അപ്പം എനിക്ക് ഈ ടൈമിൽ ചെയ്യാൻ പറ്റുമോ, അതുപോലെ അതിൻ്റെ കോസ്റ്റ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ പ്രൊഡ്യൂസർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഞാൻ പുതുമുഖങ്ങളായതുകൊണ്ട്. അപ്പോൾ അതിലും ഭേദം ഇപ്പോൾ പുതുമുഖങ്ങൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ആൾക്കാർ നല്ല മൂവിക്ക് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിദേശ ഭാഷകളിലുള്ള സിനിമകൾ കാണുന്നത് അല്ലെങ്കിൽ കൊറിയൻ സിനിമ കാണുന്നത് ഈ ആർട്ടിസ്റ്റുകൾ നമ്മൾ അറിഞ്ഞിട്ടല്ലല്ലോ. അപ്പം സിനിമകൾ നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമെന്നൊരു വിശ്വാസമുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ UK ഇൻഫ്ലുവൻസേഴ്സാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ അതുപോലെ വാഴ മൂവി ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് അഭിനയിച്ചിട്ട് അത്രയും കളക്ട് ചെയ്തു നമ്മൾ. അപ്പോൾ ഞാൻ അതായിട്ട് കമ്പയർ ചെയ്യല്ല, സിനിമകൾ നല്ലതാണെങ്കിൽ ഓടും എന്നുള്ളതിന് തെളിവാണ്. അതിൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ ഇപ്പോൾ ഒരാൾ സിനിമ കണ്ട അടുത്ത ആളോട് പറയും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആ സിനിമ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് UK നല്ലൊരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. UK RFT ഫിലിംസാണ് ദൃശ്യവും അതുപോലത്തെ വലിയ വലിയ മൂവികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത RFT ഫിലിംസാണ് ഞങ്ങളുടെ മൂവിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാർക്കറ്റ് UK ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ അത് പടത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ വാഴ ഇവിടെ ഹിറ്റ് അടിച്ച പോലെ കണ്ടൻ അവിടെയും ഹിറ്റ് അടിക്കട്ടെ, അവിടെയും ഇവിടെയും ഹിറ്റ് അടിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാ മലയാളികൾക്കും കാണാൻ പറ്റിയ ഒരു യൂണിവേഴ്സൽ സ്റ്റോറി സബ്ജക്റ്റ് ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും കാണാൻ പറ്റിയ, എല്ലാ ദേശത്തും കാണാൻ പറ്റിയ ഒരു ത്രില്ലർ മൂവിയാണ്. ഒരിക്കലും ഒരു കേരളത്തിലെ മാറ്റം പറ്റിയോ? ഹൊറർ ആണോ പടം പറയുന്നത്? പോസ്റ്റർ കാണുമ്പോൾ ഒരു ഹൊറർ ടച്ച് തോന്നുന്നുണ്ട്. അല്ല, അതിന് ആ ത്രില്ലർ മൂവി തന്നെയാണ്. അതിൽ ആ ജോണറിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മളെ ഈ ഒരു ഹൊറർ സബ്ജക്റ്റും കൂടി അതിലേക്ക് വരുന്നത്. അത് കംപ്ലീറ്റ്ലി ഹൊറർ സബ്ജക്റ്റ് അല്ല, പക്ഷെ ഇത് ത്രില്ലർ മൂവിയാണ്. പക്ഷെ ആ എലമെന്റ് എന്താണ് നമ്മൾ ത്രില്ല് ചെയ്യിക്കണേ എന്നുള്ള എലമെന്റാണ് ഈ മൂവിയിലെ ഒരു സസ്പെൻസ്. അതാണ് അതിൻ്റെ ഒരു പിന്നെ ഇത് പടം ഒരു പാർട്ടും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഈ എലമെന്റ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ. അതിപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പേര് കണ്ടൻ എന്നുള്ളത്, അപ്പൊ അത് എന്താണ്? അത് പറയുന്ന ത്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ റിലീവ് ആവോ എന്താണ്? ഇല്ല, തീർച്ചയായിട്ടും ഈ പേര് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും ഇത് കണ്ടന്നല്ല വായിക്കുന്നത്. ഇപ്പൊ എൻ്റെ അടിയിലെ കമന്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഇത് കണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൽ അനിമൽ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഒരു മനുഷ്യമൃഗം എന്നുള്ള മീനിങ്ങിലാണ് ഞങ്ങൾ ഇട്ടത്. അതിൻ്റെ ഒരു വില്ലനെ പറയുന്നൊരു പേരാണ്. അപ്പം അയാളെ നമുക്കൊരു മനുഷ്യനെന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല, മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്. അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നു. മലയാളത്തിലൊരു മനുഷ്യമൃഗം എന്നുള്ള ഇതിൽ ത്രെഡിൽ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായി സാമ്യം ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെ മലയാളത്തിൽ എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ജോണർ ഏത് സിനിമയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ പറയേണ്ടതാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമയുടെയും ഒരു പാറ്റേണോ അങ്ങനെ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആ ഒരു കഥയുടെ ഒരു ത്രെഡ് കിട്ടി. ഇപ്പം അതിനെ ഞാൻ ആ UK സ്ഥലത്ത് പ്ലേസ് ചെയ്തു. അതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആ കഥ തന്നെ എടുത്തു. ഞാൻ എപ്പോഴും ആ സ്ക്രിപ്റ്റിലും ആ കഥയെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്ന രീതിയിലാണ് ഞാൻ മേക്ക് ചെയ്തേക്കുന്നതും ഞാൻ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതും. അല്ലാതെ ഞാനിത് വലിയ ഒരു സിനിമ, വലിയ ബഡ്ജറ്റുള്ള, വലിയ ആർട്ടിസ്റ്റുകളുള്ള, ടെക്നിക്കുള്ള അങ്ങനെ എന്തൊരു മൂവിയായിട്ടല്ല ഞാൻ കൺസീവ് ചെയ്തത്. ഞാനൊരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്,
അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു അവസാനം നല്ലൊരു സസ്പെൻസ് കണ്ട് കൈയടിക്കാനോ അല്ലെങ്കിൽ നമുക്കെന്നെ ത്രില്ലാവാനോ ഒക്കെ ഒരു ചാൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരു മൂവി ആയിട്ടാണ് നമ്മൾ. ഈ ഒരു കഥ രൂപപ്പെടുത്താൻ മനസ്സിൽ എത്ര ടൈം എടുത്തായിരുന്നു? ഞാനൊരു 3 മാസത്തോളം എടുത്തു ഇതിൻ്റെ ത്രെഡ് ഡെവലപ്പ് ചെയ്യാനാണ്. ത്രെഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒരു പാറ്റേൺ ആയി അവസാനിപ്പിക്കാനായിട്ട് ഞാൻ മുഴുവനായിട്ടും അതിൻ്റെ ഒരു കഥ ഏകദേശം സ്ക്രിപ്റ്റ് സീൻ ബൈ സീൻ എൻ്റെ മനസ്സിൽ എല്ലാ സീനുകളും ഞാൻ മനസ്സിൽ എഴുതിയതിന് ശേഷമാണ് ഞാൻ പേപ്പറിലാക്കിയത്. ത്രൂ ഔട്ട് ഞാനത് ഓരോ ദിവസവും ഇതിൻ്റെ കഥകൾ ഞാൻ ഡെവലപ്പ് ചെയ്ത് ഓരോ സീൻ ഡെവലപ്പ് ചെയ്ത് ഫുള്ള് ക്ലൈമാക്സ് വരെ ഞാൻ മനസ്സിലാദ്യം എഴുതും. അതിനുശേഷമാണ് പേപ്പറിലേക്ക് പകർത്തിയത്. അതിനുശേഷം പിന്നെ എഴുതി തന്നെ ബെറ്റർ ആക്കി എടുക്കും. ഇതായിരുന്നു എൻ്റെ പ്രോസസ്സ്. ഒരു 3 മന്തോളം അതിനെടുത്തിട്ടുണ്ട്. പിന്നെ എഴുത്ത് തന്നെ ഒരു 2 മാസം, അങ്ങനെ ഒരു 5 മന്തിൻ്റെ എഴുത്ത് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ടാഗ് ലൈനും കൂടി കിടക്കുന്നുണ്ട് പോസ്റ്ററിലെല്ലാം. അപ്പോൾ എന്താണ് അത്? അത് ഇവിൾ ലിവ്സ് എമംഗ് അസ് എന്നാണ്. നമുക്ക് മനുഷ്യർക്കിടയിൽ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ഈവിൾ ഉണ്ട് എന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. ആ ഈവിളാണ് നമ്മുടെ കണ്ടന്റ്. അതാണ് അതിൻ്റെ അർത്ഥം. അതെന്താണെന്നുള്ളത് കണ്ടു തന്നെ തീർച്ചയായിട്ടും ജൂലൈ 31 നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് എഴുതിയിരിക്കുന്നത്. ഫിലിം മേക്കിങ്ങിലോട്ട് ഇപ്പോൾ ഒരുപാട് 5 ഘട്ടങ്ങൾ കടന്നു വന്നിട്ട് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോൾ പ്രചോദനമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ വെച്ച് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആഗ്രഹം തോന്നി. ഇപ്പോൾ ഏറ്റവും കൂടെ വൈഫ് നല്ല പ്രചോദനം. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വൈഫിനാണ് ആദ്യം വായിക്കാൻ കൊടുത്തത്. വൈഫ് വായിച്ചിട്ട് നല്ലതാണ്, സിനിമയ്ക്കുള്ള സ്കോപ്പ് എല്ലാം ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അതേപോലെയാണ് ഇതിൽ അഭിനയിച്ചത്. മേജർ റോൾ ചെയ്തതിന് 3-4 പേരുണ്ട്. അതിൽ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ്റെ പാർട്ട്ണർ കൂടിയാണ്. പുള്ളിയുടെ അടുത്താണ് ഞാൻ ത്രൂ ഔട്ട് കഥ തുടക്കം തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറയും, ഓരോ സീനുകൾ ഇങ്ങനെ ഡെവലപ്പായി കഴിയുമ്പോൾ ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഇരുന്നാണ് മനസ്സിലിരുന്ന് ആലോചിച്ച് കൂട്ടിയെല്ലാം എടുത്തിട്ട് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ വിളിച്ച് പറയും. ഫോൺ വിളിച്ച് ഇങ്ങനെ ഈ കഥ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ വിളിച്ച് പറയും. അപ്പോൾ നന്നായിട്ട് എന്ന് പറയും. അങ്ങനെ പുള്ളിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് സിനിമയായിട്ട് തന്നെയാണ് കൺസീവ് ചെയ്തേക്കുന്നത്, ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകട്ടെ, എനിക്ക് പ്രൊഡ്യൂസർ ഒപ്പിച്ച് തരില്ലേ, നമുക്കിത് ചെയ്യാൻ പറ്റില്ലേ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും, ഒന്നും നോക്കണ്ട പറഞ്ഞു. അങ്ങനെ പുള്ളി ജ്യോതിഷ് വളരെ പ്രചോദനം. ഞങ്ങൾ തമ്മിൽ 2-ാം മുറിവ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിനെനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിലെ നായകൻ പുള്ളിയാണ്. അല്ല, ഒരാളുള്ളൂ, ഒറ്റയ്ക്കൊരു ക്യാരക്ടറുള്ളൂ. അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ്. പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മൂവി ചെയ്യാനായിട്ടുള്ള പ്രചോദനമായത് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ഭാവിയിലും ഇങ്ങനെ എല്ലാ റോളും ഒറ്റയ്ക്ക് ചെയ്ത് കട്ടയ്ക്ക് നിലനിൽക്കാനാണോ പ്ലാൻ, അതോ മെയിനായിട്ട് ആരെങ്കിലും വലിയ സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടോ? അല്ലെങ്കിൽ വേറുള്ളവർക്ക് അവസരം കൊടുക്കണം, അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ എനിക്ക് മാത്രം ചെയ്യണമെന്നൊരു പ്ലാനൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് എഴുതണം എന്ന ആഗ്രഹമുണ്ട്. എഴുത്തും സംവിധാനവും എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതിനി എന്ത് കാര്യമായാലും, ഇപ്പോൾ ക്യാമറ ആയാലും മറ്റു കാര്യങ്ങളായാലും കൂടുതൽ പഠിക്കാനാണ്. ഞാൻ ഇതും പഠിക്കാൻ്റെ ഭാഗമായിട്ടാണ്. ഞാനിതിന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് ആ എക്സ്പീരിയൻസിൽ ഇനിയും വർക്കുകൾ ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ, നല്ല ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള വളരെ ആഗ്രഹങ്ങളുണ്ട്. അതിന് അവസരം കിട്ടുന്നതൊക്കെ ഞാൻ മുതലാക്കും. അതുപോലെ ക്യാമറ ആയാലും കാര്യങ്ങൾ എല്ലാം ഇപ്പം ഞാൻ ചെയ്ത 5 കാര്യങ്ങൾ, എഡിറ്റിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കിട്ടി നോക്കും. അതുപോലെ സ്വന്തം വർക്കുകളും ഇതിൻ്റെ ഒരു ഭാവി അനുസരിച്ച് സ്വന്തമായിട്ട് വർക്കുകളും ഞാൻ ചെയ്യും. ഒരുപാട് കഥകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതൊക്കെ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് അവസരം കിട്ടി അതും ചെയ്യും. ഇപ്പോൾ ഒരുപാട് കഥകളുണ്ടെന്ന് പറയുന്നു, അതുപോലെ എഴുതാനാണ് ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലിപ്പോൾ ആരെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ ഒരു ഹീറോ, ഒരു ഹീറോയിൻ ഇന്ന ആളെ വെച്ച് ചെയ്താൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്, അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ എപ്പോഴും ഒരു കഥ മനസ്സിലാലോചിച്ചിട്ട് അത് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ആലോചിക്കും. ആ തുടക്കം തന്നെ ത്രെഡ് വരുമ്പോൾ തന്നെ ആലോചിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരാളെ വെച്ച് ചെയ്യണം എന്നൊരു പ്ലാനിൽ ചെയ്യാറില്ല. പിന്നെ അത് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര ഈസി അല്ല ചെയ്യാനായിട്ട്. അപ്പം എപ്പോഴും ഞാൻ ഒരു പ്രാക്ടിക്കാലിറ്റിനെ ചിന്തിച്ചിട്ടാണ് ഞാൻ മൂവി ചെയ്യാറുള്ളൂ. എനിക്കത് ചെയ്യാൻ പറ്റുമോ, സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സീനുകൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് എൻ്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവാറുള്ളൂ. വലിയ ബ്രഹ്മാണ്ഡമായ കാര്യങ്ങൾ ഞാൻ എഴുതാറില്ല. അത് എഴുതി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ കഴിവിനെ പറ്റിയ സാധനങ്ങൾ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതിനെ പറ്റിയ ആൾക്കാരെൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ ചെയ്താൽ നന്നാവും അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നുണ്ട് അപ്രോച്ച് ഇപ്പോഴല്ല, ഒരു ലെവലിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേജ് എത്തുമ്പോൾ ഇവരെ വെച്ച് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി ഏതെങ്കിലും? തീർച്ചയായിട്ടും ഇവിടുത്തെ ബിഗ് ജംസിനെ വെച്ച് മൂവി ചെയ്യാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് ഒരുപാട് എൻ്റെ മുകളിൽ ഇപ്പോൾ അവരുടെ പേര് പറയാൻ പോലും യോഗ്യരല്ല എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് സമയം നമുക്ക് പേരുകൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരിക്കൽ പറയാനൊരു സമയം എനിക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയം അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണല്ലോ എല്ലാ കാര്യത്തിലും. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് എത്തിയതിനു ശേഷം
അപ്പോൾ നമുക്ക് അവരുടെ പേര് പറയാൻ നമുക്ക് തോന്നുന്ന ഒരു സമയം വരും. അപ്പം അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ പറയത്തില്ല. അതുവരെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കും. മീൻസ് അതിനുവേണ്ടി ഇതൊക്കെയാണ് അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ മൂവി. ഇനിയും മൂവികൾ ചെയ്യും. ഒരിക്കലും നമ്മൾ അവരിലേക്ക് എത്തും. പറയാത്ത സ്ഥിതിക്ക് അപ്പൊ മനസ്സിലുള്ള ആഗ്രഹം എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് പറയാൻ എനിക്കിപ്പോ സ്കോപ്പ് ഉള്ളൂ. നടക്കട്ടെ. അപ്പോൾ ബാക്കി ഇനിയിപ്പോ ഈ ഒരു മൂവീസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോർമലി ഒരു ക്യാമറമാൻ വേറൊരാളാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ഒരു എഡിറ്റർക്ക് ആ ഒരു ചില സീൻസ് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഒന്നും മടിക്കും. കാരണം ആളത്രയും കഷ്ടപ്പെട്ടെടുത്താൽ ഇതിപ്പോ രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയത്ത് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സീൻസ് കളയേണ്ടി വന്നിട്ടുണ്ടോ? ആ സമയത്ത് ഈ പറഞ്ഞ ഉള്ളിലുള്ള ക്യാമറമാൻ ആണോ എഡിറ്റർ ആയിരുന്നോ ക്ലാഷ് ഉണ്ടായിരുന്നത്? ഞാൻ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റർ തന്നെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസാക്ഷിയില്ലാത്ത എഡിറ്ററാണ്. അപ്പോൾ ഇപ്പോൾ ക്ലയൻസിൻ്റെ വർക്കായാലും ഞാൻ അവരെന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും ഞാൻ കളയും. എനിക്ക് അത്ര വർക്ക് എപ്പോഴും ക്രിസ്പായിട്ടിരിക്കണം, നല്ല രസമായിട്ടിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാനത് പലവട്ടം കണ്ടു നോക്കും. കണ്ടിട്ട് അങ്ങനെ ഞാൻ എങ്ങനെ എടുത്തു ആ കഷ്ടപ്പാടിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ ഏത് ഡയറക്ടറായാലും ഞാൻ ചിന്തിക്കില്ല, ഞാനത് കട്ട് ചെയ്യും. അപ്പം ഇതിപ്പോൾ 2.5 മണിക്കൂർ അടുത്തുണ്ടായിരുന്നു ഞാനിത് ഫസ്റ്റ് കട്ട്. ഫസ്റ്റ് ഞാൻ മനഃപൂർവ്വം വലിച്ചിട്ടാണ്. എനിക്ക് സെക്കൻഡ് കട്ട് ഞാൻ കളയുമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ എല്ലാ സീനുകളും വന്നു, കുറച്ച് പേരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ഇട്ടൊന്ന് കണ്ടു. അത് ഞാൻ എൻ്റെ കൂടെ ഒരു കോഡിറ്റർ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനാണ് എൻ്റെ അസോസിയേറ്റ് ഒക്കെ ചെയ്തത്, ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമാതിരി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അവൻ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തു. അവൻ പറഞ്ഞു ഒരു 10-15 മിനിറ്റോളം കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 10-15 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറിൽ കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഞാൻ കളഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ഞാൻ ആ ഒരു എഫേർട്ടിനെ ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് പടം നന്നാവുക കംപ്ലീറ്റ്ലി, അത് മാത്രമായിരിക്കും ഒരു എഡിറ്ററുടെ ഒരു ഇത്. എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ലാഗ് അടിക്കാതിരിക്കുക, പറയേണ്ട സാധനങ്ങൾ മാത്രം വയ്ക്കുക, അല്ലാത്തതും കളയുക. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ ചെയ്തു. അല്ലാതെ എടുത്ത എഫേർട്ടോ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ഒന്നും കളയാൻ പറ്റില്ല, നല്ലോണം എഫേർട്ട് ഇട്ടുണ്ട് എല്ലാം. ഭാവിയിൽ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ ചൂസ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏത് ചൂസ് ചെയ്യും? ഇഷ്ടമുള്ള 5 മേഖലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റിങ്ങും ഡയറക്ഷനാണ് നമ്മൾ അൾട്ടിമേറ്റ്. നമ്മളത് ഭയങ്കര പാഷനാണ് അതിൽ, റൈറ്റിങ്ങും ഡയറക്ഷനും. അത് എനിക്ക് എപ്പോഴും ആ റൈറ്റർ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത് ഇനി ഫ്യൂച്ചറിൽ സംഭവിച്ചു കൂടാന്നില്ല. പക്ഷേ റൈറ്റിങ്ങും ഡയറക്ഷനാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു കോർ. എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടവും കാര്യം. എഡിറ്റിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള എൻ്റെ ഒരു പ്രൊഫഷനാണ്. പക്ഷെ അത് ചിലപ്പോൾ ഉപേക്ഷിച്ചാലും ഞാൻ റൈറ്റിങ്ങും റൈറ്റിംഗിൽ തന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് തന്നെ എഴുതി വയ്ക്കാമല്ലോ, എനിക്ക് തന്നെ വായിക്കാം. അപ്പോൾ റൈറ്റിംഗ് ഒരിക്കലും ഞാൻ വിടില്ല. അങ്ങനെ എഴുതി വെച്ച ഒരുപാട് കഥകളുണ്ട്, എത്ര എണ്ണം ഉണ്ടാവും? അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രാക്ടിക്കാലിറ്റിനെ പറ്റി ചിന്തിക്കും. ഇപ്പം ഞാൻ ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ ത്രെഡ് ഉണ്ടാവും, ഞാൻ ആൾക്കാരോട് പറയും എനിക്ക് സിനിമയാക്കാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ ഈ കഥ ഞാൻ അങ്ങനെ എഴുതിയതാണ്. അങ്ങനൊരു സമയത്ത് ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവരോട് ഉറപ്പ് മേടിച്ചതിന് ശേഷം ഞാൻ എഴുതിയതാണ് സിനിമയാക്കാൻ പറ്റും. അന്ന് എനിക്കിപ്പോൾ സിനിമയായിട്ട് തിയേറ്ററിൽ ഈ ജൂലൈ 31 വരും. ഞാൻ അങ്ങനെ ഒരുപാട് കഥ, പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് ത്രെഡുകളുണ്ട് സ്റ്റോറി ആക്കാൻ പറ്റി. അതെങ്ങനെ അവസാനിക്കുന്നു, എങ്ങനെ തുടങ്ങും, എവിടെ പ്ലേസ് ചെയ്യും, പിന്നെ ഇത്ര കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഒരു സിനിമ ഇതിനു മുമ്പ് ഞാൻ ആകെ എഴുതി പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇത്രയും കാലം ആയതുകൊണ്ട് അത് പുനർജീവിതം അതിന് കൊടുക്കണോ വേണ്ടതെന്നൊക്കെ പിന്നീട് ആലോചിക്കും. പ്രസക്തി പോയ പക്ഷെ എനിക്കൊരു 5-6 സബ്ജക്റ്റുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതുപോലെ ഇന്നത്തെ മ്യൂസിക്, ഇപ്പോൾ സിത്താരേച്ചി പാടിയ ഒരു മ്യൂസിക് ഭയങ്കര വൈറലായിരുന്നു. അതുപോലെ ബാക്കി 2 പേര് പാടിയ പാട്ടുകൾ നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ പടത്തിലോട്ട് ഇന്നായിട്ടുണ്ടായിരുന്നത്? അത് ശരിക്കും മ്യൂസിക് ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. മ്യൂസിക് ഡയറക്ടർ ഞങ്ങൾ ജെയ്സൺ ജോണാണ് മ്യൂസിക് ചെയ്തത്. ജെയ്സൺ നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പോൾ മ്യൂസിക് തന്നു, ഞാൻ എഴുതി കൊടുത്തു. അതിന് BGM എല്ലാം റെഡി ആയിട്ട് ഞങ്ങളതൊന്ന് കേട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫീൽ കിട്ടി. ഞങ്ങൾ ഒപ്പീനിയൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവരൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് പുള്ളി പറഞ്ഞു. നമ്മൾ ചെയ്ത് നോക്ക്, പാടാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ അവർ പാടുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സൂരജ് സന്തോഷാണ് ആയിത്ത ബെലി എന്ന് പറഞ്ഞ സോങ് പാടിക്കുന്നത്. പുള്ളിക്ക് കഴിച്ചു വളരെ സെലക്റ്റീവായിട്ടാണ് പുള്ളി പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ പാട്ട് സെലക്ട് ചെയ്തു, ഇവിടെ ഒന്ന് പാടി തന്നു. ഇപ്പോൾ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മൾ വിളിച്ചു പറഞ്ഞു. അതുപോലെ സിത്താരേച്ചി പാട്ടുകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പാടാമെന്ന് നമ്മളോട് പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ പാടിയത്. പുതുമകളുടെ പടമായതുകൊണ്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ള DOP ആണോ അതോ ഡയറക്ടറാണോ മുന്നിൽ നിൽക്കാറ് എപ്പോഴും? അതിപ്പോഴും DOP, ഒരു ഘട്ടം വരെ DOP, ക്യാമറ ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ഷനാണ്. രണ്ടും ഈക്വലിയാണ്. കാരണം ഓരോ ഘട്ടമാണ്. ആദ്യം എൻ്റെ ഉള്ളിലെ DOP ആണ് ആദ്യം വർക്ക് ചെയ്യുള്ളൂ. അത് DOP ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവർ ഷോട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറായി.
പിന്നെ അത് അവിടെ നിന്നോളൂ. ലൈഫിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡയറക്ടർ ആരാ? എനിക്ക് ജിത്തു ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ്. ജിത്തു ജോസഫിൻ്റെ മൂവീസ്, ത്രില്ലർ മൂവീസ്, മെമ്മറീസ്, ദൃശ്യം, ഇതൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ത്രില്ലർ മൂവികൾ ആര് ചെയ്താലും ഞാനത് വളരെ എൻജോയ് ചെയ്ത് ഏത് ഭാഷയിലും കാണുന്നതാണ്. ഇപ്പോൾ മൂവി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ എത്തിക്കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള സീൻ ഏതായിരുന്നു? റിലീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. ഇത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് റിലീവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാനുള്ളൊരു മൂവിയാണ്. ഒരു ത്രില്ലർ ടൈപ്പ്, കുറേ സസ്പെൻസ് ഹോൾഡ് ചെയ്യണ മൂവിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഐറ്റം സോങ് ഭയങ്കര വലിയ രീതിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഷൂട്ടൊക്കെ നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിരുന്നു. അതൊക്കെ എന്നെ ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ട്, ഞാൻ അത്രയും വിചാരിച്ചില്ലായിരുന്നു വരുമെന്ന്. അത് അനീഷ് റഹ്മാനാണ് അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഔട്ടൊക്കെ നല്ല കളർഫുള്ളായിരുന്നു. അതൊക്കെ ഞാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട്. പിന്നെ എൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തപ്പോൾ അതും നല്ല രീതിയിൽ നല്ല അതിൻ്റെ കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹൊറർ ടച്ച് ഉള്ള പടമാണ്. ജീവിതത്തിൽ അങ്ങനെ വല്ല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, അതോ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ എല്ലാ ദിവസവും ഹൊറർ ഫിലിം കാണുന്ന ആളല്ലേ. നമ്മുടെ ടി വിയിൽ എപ്പോഴും ഹൊറർ ഫിലിം ഉണ്ടാവും. അതല്ലാതെ ഇതിൽ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കക്കാർക്ക് ലൈഫിൽ പറയാൻ കൊടുക്കാവുന്ന എന്തെങ്കിലും മെസ്സേജ്? ഇപ്പം മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനും ലൈഫിൽ ഫേസ് ചെയ്ത് വന്ന സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന്. അപ്പം എല്ലാവർക്കും എനിക്ക് പറയാനുള്ള പ്രാക്ടിക്കാലിറ്റിയാണ്. ഞാൻ ഇപ്പം എൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ മൂവി തിയേറ്ററിലേക്ക് എത്തിക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പം അതിൽ അതിൽ വിജയിച്ചു. അപ്പോൾ അതുതന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇത് മറ്റുള്ളവർക്ക് അടുത്ത് പിച്ച് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന കുറേ ഡയറക്ടേഴ്സും കുറേ റൈറ്റേഴ്സും ഉണ്ട്. ഇവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കഥകളും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസർമാരെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് സാധ്യമാണ് മലയാള സിനിമയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് അടുത്ത സിനിമയിലേക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, വലിയ സിനിമയിലേക്ക് പോകാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് സിനിമ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് പല തഴയലുകളും പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വിഷയത്തിൽ പല പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് ആ വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? അത് എല്ലാ മേഖലയിലും തുടക്കക്കാർക്ക് എഴുതി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ എന്തിന് പുതുമുഖങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അവർക്ക് പുതുമുഖങ്ങൾ വന്ന് അവർ എക്സ്പീരിയൻസ് ആയാലല്ലേ അവർക്കുള്ള മാർക്കറ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കാൻ അവർക്ക് പോയി അവരുടെ റിട്ടേണിനെ പറ്റിയാണ്. അതുപോലെ പ്രേക്ഷകരായാലും സിനിമകൾ ചൂസ് ചെയ്യുന്നത് നല്ല നടന്മാരുടെ, അവർ പൈസ കൊടുത്തിട്ടാണ് മൂവി കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തിന് ഇവർ ചൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊരു ഡിബേറ്റബിൾ സംഭവമാണ്. അതെല്ലാ മേഖലയിലും ഉണ്ട്. പുതുമുഖങ്ങൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾക്ക് ഇതുപോലെ മറ്റുള്ള മേഖലയിൽ നിന്ന് അധികം അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഒരു വെൽക്കമിങ്ങോ ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അംഗീകരിക്കണ ഒരു സമയം വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരാനിരിക്കുന്ന പ്രൊജക്റ്റ് ബിഗ് ബഡ്ജറ്റ് മൂവിയാണെന്നുള്ള പ്ലാനിലാണ്. ബിഗ് ബഡ്ജറ്റ് അല്ല, ഞാൻ അങ്ങനെ ബഡ്ജറ്റ് വെച്ച് മൂവീനെ കാണുന്നില്ല. കുറച്ചും കൂടി വലിയ ക്യാൻവാസിലുള്ള ഒരു നല്ല മൂവി ചെയ്യണമെന്നുണ്ട്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റോറിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസൊക്കെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വലിയ കഥ ചെയ്യണം. അതായത് കഥ വലുതാവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റ് ഉള്ളത്. കഥയാണ് എപ്പോഴും വലിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. പുതുമുഖങ്ങൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കുറച്ചും കൂടി ഫ്രഷ്നെസ് ഉണ്ട് അവരുടെ ആക്ടിങ്ങിനും. പ്രഡിക്റ്റബിൾ അല്ല. അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. ഇതുപോലത്തെ ത്രില്ലർ മൂവി ആണെങ്കിൽ അതിന് വളരെ യൂസ്ഫുള്ളാണ്. ആർക്കും എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യണേ, എന്താ അവരുടെ മാനറിസംസ് ഒന്നും ആൾക്കാർ കണ്ടിട്ടില്ല. പുതിയ രീതിയിലായിരിക്കും. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഈ ലൊക്കേഷനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ഇപ്പോൾ കണ്ടന്റ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലോട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഇൻസിഡന്റ് ഓർ മൊമെന്റ് എന്താണ്? ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് തന്നെയാണ് വന്നത്. കാരണം -20 വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും ഈ പറഞ്ഞ വിൻ്റർ വെയർ ഒന്നും ഉപയോഗിക്കാതെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തണുപ്പത്ത് ഞങ്ങൾക്കിതിലൊരു ചേസിങ് സീനൊക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് ഓടുന്ന സീനുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫോറസ്റ്റ് വളരെ ക്ലീനാണ്. ഫ്ലോറൊക്കെ വേറെ ചെളി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ അറ്റം തൊട്ട് ആറ്റം വരോട് ഓടാൻ പറഞ്ഞു. ഓടുന്നതിൻ്റെ ഇടയിൽ ഈ മണ്ണിങ്ങനെ ഇളകിയിട്ട് ഒരു കുഴി പോലെയുണ്ട്, കാണാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞപ്പോൾ 2 പേരെ കാലിൽ താന്നുപോയി. ഇത്രത്തോളം പകുതിയോളം താന്നുപോയി. അപ്പം പിന്നെ
പുറകെ വന്നൊരു ഭാഗ്യത്തിന് അവിടെ നിന്നു. ഒരാളുടെ താന്ന് പോയിട്ട് ഷൂ അതിൻ്റെ അകത്ത് പെട്ടുപോയി. കാല് ഞങ്ങൾ പിന്നെ വലിച്ചെടുക്കാൻ നോക്കി. കഴിഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ചെളിയാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചതുപ്പ് അതുപോലത്തെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല പോണത്. അതിൻ്റെ കൂടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിൻ്ററിലെ മൂവി ഷൂട്ട് ചെയ്തു. അത്രയും തണുപ്പത്താണ് ഇങ്ങനെയൊക്കെ പെട്ട് കഴിയുമ്പോൾ അന്നത്തെ ഷൂട്ടും മുടങ്ങും. എന്നാലും ഞങ്ങളത് മുടക്കിയില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരും. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കാരണം ആ ഒരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ട് ഷൂട്ട് നിർത്തി വെക്കേണ്ടിയൊക്കെ വന്നിട്ട്? അപകടം വന്നിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഈ സിക്കായി പോകുന്നതാണ്. ഇത്രയും തണുപ്പത്ത് നിൽക്കുമ്പോൾ അവർക്ക് കോൾഡ് വരെയും ഫീവർ വരെയും ചെയ്തിട്ട് പിന്നെ കുറച്ച് 2 വീക്കിലേക്ക് അവർ അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലയിറങ്ങി വീണു. മൈനസ് തണുപ്പത്ത് അത്രയും നേരം നിന്നിട്ട് ഞാൻ ഫെയിൻ്റ് ആവണ വരെ അവസാനത്തെ കട്ട് വിളിച്ചപ്പോൾ ഞാൻ തല ഇറങ്ങി. അവൻ പറഞ്ഞു ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കാറിൽ കയറി ഇരുന്നു. എന്നിട്ട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് പറഞ്ഞില്ല. പിന്നെ ഞാൻ അവിടെ തലയിറങ്ങി വീഴും. ഞാൻ തലയിറങ്ങി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ കയറി. അത്രയും തണുപ്പാണ് അവിടെ. നമുക്ക് തണുപ്പത്ത് ഒരിക്കലും അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അന്ന് പനി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തൊക്കെയാണ് നമ്മുടെ. പിന്നെ ത്രൂ ഔട്ട് കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഒരു കഷ്ടപ്പാടല്ല. അതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു നമ്മുടെ ഹാർഡ് വർക്കായിട്ട് നമ്മൾ കൂടുന്നു. അപ്പോൾ കണ്ണൻ്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഈ സിനിമ ഇതുവരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കഷ്ടപ്പാടുകൾക്ക് റിസൾട്ട് ഉണ്ടാവട്ടെ. സിനിമ നല്ല അഭിപ്രായങ്ങൾ തേടി തിയേറ്ററുകളിൽ വിജയമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.